രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിലെ വയനാട് ജില്ലാ അവലോകന യോഗത്തിൽ നിറഞ്ഞു നിന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. ലോകത്തിന് മാതൃകയാകാൻ പോകുന്ന ടൗൺഷിപ്പ് വയനാട്ടിൽ ഉയരാൻ പോവുകയാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. സാങ്കേതികവിദ്യയിലും നിക്ഷേപ സമാഹരണത്തിലും ഊന്നിയുള്ള സംഗമങ്ങൾ വയനാട്ടിൽ നടത്തുന്നത് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖരും സാധാരണക്കാരുമായി നിരവധി പേർ യോഗത്തിനെത്തി. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ലഭിച്ചതോടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിന്റെ എല്ലാ കടമ്പകളും കടന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തബാധിതർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തുന്ന ടൗൺഷിപ്പാവും നിലവിൽ വരികയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സഹായധനം നൽകി ഒറ്റയൊറ്റ ആളുകൾക്ക് ഒറ്റയൊറ്റ കുടുംബത്തിന് സഹായധനം നൽകലല്ല, ആ സമൂഹത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ തങ്ങളുടെ അയൽപക്ക ബന്ധവും സാമൂഹ്യ ജീവിതവും തുടരാൻ പറ്റണം എന്ന് കണ്ട അതേ നില നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനാവണം. അങ്ങനെയാണ് ടൗൺഷിപ്പ് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മേപ്പാടി പരൂർക്കുന്നിൽ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി പട്ടികവർഗ സംരക്ഷണ വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രിമാരായ OR കേളു, AK ശശീന്ദ്രൻ, V അബ്ദുൾ റഹീം, അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക്, ജില്ലാ കളക്ടർ DR മേഘശ്രീ എന്നിവരടക്കം ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ പങ്കെടുത്ത സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖർ മെച്ചപ്പെട്ട ഭരണത്തിനായുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആവേശകരമായ അനുഭവം എന്നായിരുന്നു ക്രിക്കറ്റ് താരം സജ്ന സജീവിന്റെ വാക്കുകൾ. ആവർത്തിച്ചുണ്ടാവുന്ന ദുരന്തങ്ങളുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രഥമ പരിഗണന വയനാട് അർഹിക്കുന്നതായി സജ്ന പറഞ്ഞു. കുറച്ചു മാസങ്ങളായി വന്യജീവി പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം നമ്മള് അതിന് ഇനീഷ്യേറ്റീവ് എടുത്താലും ഇതിനും അതിന്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. സമയം വൈകുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്നിരുന്നാലും ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കാണിച്ച മനസ്സും പിന്നെ നമ്മളുടെ ഒരു ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വന്യജീവി സംരക്ഷണത്തിൽ കയറി ഇങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്നതിന്. ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ സെറ്റാക്കിയാൽ കൂടെ അതെല്ലാം ആനയായാലും എല്ലാം മറികടന്ന് വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇതിനൊക്കെ ഒരു റിസൾട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഭരണാധികാരികൾ ജനങ്ങളെ കേൾക്കുന്നത് ഭരണം മെച്ചപ്പെടുത്താൻ സഹായകരമെന്ന് പത്മശ്രീ ജേതാവ് പെരുവയൽ രാമൻ. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളും ദുരിതങ്ങളും അവർ അറിയേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ സർക്കാരിന് ഭരണം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ അതിന്റെ ഒരു ഭരണം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്ന വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് 4ാം വാർഷികം ആഘോഷിക്കുക എന്ന് കാണുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. ഉദ്യോഗതലത്തിൽ അല്ലെങ്കിലും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് എടുക്കാനും കഴിയും. അത് വെച്ചുകൊണ്ട് അവർക്ക് ഇനിയും ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഏതായാലും നല്ല പരിപാടിയാണ് അത്. വിവിധ പദ്ധതികളിലായി വീടും ഉപജീവന മാർഗങ്ങളും നൽകിയ പിണറായി സർക്കാരിന് നന്ദി അറിയിക്കാനായി യോഗത്തിൽ പങ്കെടുത്തവരുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭവനമില്ലാതെ ഒക്കെ കഷ്ടപ്പെട്ട് വരുന്നതായിരുന്നു. എന്നെക്കൊണ്ട് ഞാൻ ഏകസ്ഥയാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് താമസിച്ചത്. വീടില്ലാതെ 7 വർഷം വരെ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിലാണ് കിടന്നത്. കഴിഞ്ഞ് ഇപ്പോഴും സെല്ല് 4 ലക്ഷം രൂപ കിട്ടി. അത് ഞാൻ ചെറിയൊരു വീട് പണിതു. പക്ഷെ താമസിച്ചില്ല. താമസം തുടങ്ങാൻ 10 താമസിയാതെ തുടങ്ങും. പക്ഷെ പിന്നെ എനിക്ക് ഉപജീവന മാർഗത്തിന് ഒരു പെട്ടിക്കടയും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാര് പഞ്ചായത്ത് ഭരിച്ചപ്പോ എനിക്ക് പൊട്ടിപ്പൊളിഞ്ഞ വീടിന് വേണ്ടി ഞാൻ എല്ലാവരും ഗ്രാമസഭയിൽ പോകുമ്പോൾ ഞാൻ കരയും. എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ വന്നപ്പോ 3ാമത്തെ ആള് ഞാന് ഉഷാറായി ഞാനൊരു വീടെടുത്തു. വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. എനിക്ക് സന്തോഷമായി. ഇന്നലെ ഒന്നും മരിക്കുകയും ചെയ്യാം. സർക്കാർ വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് പ്രമുഖരായ കലാകാരന്മാരെ അണിനിരക്കുന്ന വിവിധ പരിപാടികളും അരങ്ങേറും. ന്യൂസ് 18 വയനാട്.